കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മി ഭരതശത്രുഘ്നാനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമുക്ക് ഇന്ന് യുദ്ധകാന്ഡം 10-ാം സർഗം തുടങ്ങാം നമുക്ക്. അപ്പോൾ അതിൽ ആസ് യൂഷ്വൽ ശിവൻ പറയണത് ശ്രീ പാർവതിയോട് ശ്രീ മഹാദേവ ഉവാച സവിചാര്യ സഭാമധ്യേ രാക്ഷസൈ സഹമന്ത്രിഭി നിര്യയൗ യേവ ശിഷ്ടാസ്തേ രാക്ഷസൈ സഹ രാഘവം. രണ്ടാമത്തേലത്തെ ഒരു വരിയും കൂടി ഉണ്ട് കേട്ടോ. ശലഭ ശലഭൈര്യുക്ത പ്രജ്വലന്തിമിവാനലം. എന്താ പറഞ്ഞ്? സഭാമധ്യത്തിൽ, അതായത് സഭയിലേക്ക് പോയി പറഞ്ഞല്ലോ നമ്മൾ. അങ്ങനെയല്ലേ പറഞ്ഞു നിർത്തിയത്. കുറച്ച് നേരം തന്നെ ഇരുന്ന് കരയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് സഭയിലേക്ക് പോയി. അപ്പോൾ സഭാമധ്യത്തിൽ രാക്ഷസൈഹി മന്ത്രിഭി സഹവിചാര്യ, രാക്ഷസന്മാരോടും മന്ത്രിമാരോടും കൂടിയൊക്കെ ആലോചിച്ചിട്ട് അവശിഷ്ടാഹ യേ, അവശേഷിച്ച രാക്ഷസന്മാർ ആരൊക്കെയോ, തേ അവർ, രാക്ഷസൈഹി സഹ ബാക്കി രാക്ഷസന്മാരോട് കൂടി, ശലഭം ശലഭയുക്ത ശലഭങ്ങളോട് ചേർന്നിട്ട്, പ്രജ്വലന്തം അനലം ഇവ പ്രകർഷേണ ജ്വലിക്കുന്ന അഗ്നി എന്ന പോലെ, രാഘവം നിര്യയൗ രാമൻ്റെ നേർക്ക് യാനം ചെയ്തു. എന്താ അറിയോ? എന്താണ് ശിവൻ പറഞ്ഞാൽ, രാവണൻ സഭാമധ്യത്തിൽ ചെന്നിരുന്നു. രാക്ഷസന്മാരോടും മന്ത്രികാരോടും കൂടി ഭാവി കാര്യത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തു, നിശ്ചയിച്ചു. ഒരു പാറ്റ മറ്റ് പാറ്റകളോട് കൂടി ചേർന്ന് ഈ കത്തിക്കാളുന്ന തീയിൽ പോയി വീണ് ചാവണ പോലെ. പാറ്റ നമ്മൾ കണ്ടിട്ടില്ലേ? മഴയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഒരു തീ കൂട്ടിച്ചാൽ അനവധി പാറ്റകൾ അതിൽ വന്ന് ചാടി ചാവും ഇല്ലേ? അതുപോലെ ഒരു പാറ്റ മറ്റ് പാറ്റകളെയൊക്കെ കൂട്ടിയിട്ട് കത്തിക്കാളുന്ന തീയിൽ ചെന്ന് വീഴുന്ന പോലെ ബാക്കി ശേഷിച്ച രാക്ഷസന്മാരോട് കൂടി ശ്രീരാമൻ്റെ നേർക്ക് യുദ്ധത്തിന് ഒരുങ്ങി പുറപ്പെട്ടു. അതായത് ഈയാമ്പാറ്റ ചാവണ പോലെ ഇവരൊക്കെ ചാവും രാമൻ്റെ കൈ കൊണ്ടേ. അതുകൊണ്ടാണ് ശിവൻ അങ്ങനെ പറഞ്ഞത്. ശ്രീ മഹാദേവ ഉവാച സവിചാര്യ സഭാമധ്യേ രാക്ഷസൈഃ സഹമന്ത്രിഭി നിര്യയൗ യേവ ശിഷ്ടാസ്തേ രാക്ഷസൈഃ സഹ രാഘവം. ഇനി 2-ത്തെ ഒരു വരിയും 3. തതോ രാമേണ നിഹതാ സർവേ തേ രാക്ഷസായുധി. 3 സ്വയം രാമേണ നിഹതസ്തീക്ഷ്ണബാണേന വക്ഷസി വ്യഥിതസ്ത്വരിതം ലങ്കാം പ്രവിവേശ ദശാനന. തഥാ അനന്തരം, അതിനുശേഷം, സർവേ തേ രാക്ഷസാഹ എല്ലാ രാക്ഷസന്മാർ യുദ്ധത്തിൽ രാമനാൽ നിഗ്രഹിക്കപ്പെട്ടവരായി ഭവിച്ചും. ദശാനനഃ സ്വയം, എന്താ പിന്നെ രാവണൻ തന്നെ പോണ്ടി വരും അല്ലേ? എല്ലാവരും സ്വയം രാമനാൽ തീക്ഷണബാണേന മൂർച്ചയുള്ള ശരം കൊണ്ട് വക്ഷസിൽ നിഹനിക്കപ്പെട്ടവനും അടിക്കപ്പെട്ടവനും ദുഃഖിതനുമായിട്ട് ത്വരിതം വേഗത്തിൽ ലങ്കാം പ്രവേശ ലങ്കയെ പ്രവേശിച്ചു. എന്താ അറിയോ? യുദ്ധത്തിനായി ചെന്ന ആ എല്ലാ രാക്ഷസന്മാരെയും രാമൻ നിഗ്രഹിച്ചു. രാവണനും അതേ മൂർച്ചയുള്ള ബാണം കൊണ്ട്. അപ്പം രാവണൻ പോയി, മറ്റവരൊക്കെ മരിച്ചപ്പോഴേ. അപ്പം രാവണനും അതേ വളരെ മൂർച്ചയുള്ള ബാണം കൊണ്ട് രാമനാൽ താടിക്കപ്പെട്ടവനും അങ്ങേയറ്റം വേദന അനുഭവിക്കുന്നവനുമായിട്ട് വേഗം ലങ്കയിലേക്ക് ചെന്നു. അപ്പോൾ കുറച്ച് നേരം യുദ്ധം ചെയ്തിട്ട് രാവണൻ തിരിച്ച് പാലസിലേക്ക് തന്നെ, അവനവൻ്റെ രാജധാനിയിലേക്ക് തന്നെ വന്നു. തതോ രാമേണ നിഹതാ സർവേ തേ രാക്ഷസായുധി. രാക്ഷസന്മാരെല്ലാം കൊല്ലപ്പെട്ടു. അപ്പം സ്വയം അവനൊന്നു തന്നെ പുറപ്പെട്ടു പോയി. സ്വയം രാമേണ നിഹതസ്തീക്ഷ്ണബാണേന വക്ഷസി വ്യഥിതസ്ത്വരിതം, വല്ലാതെ വേദനിച്ചിട്ട് വേഗം ലങ്കാം പ്രവേശ ദശാനന, തിരിച്ച് വീണ്ടും രാജധാനിയിലേക്ക് വന്നു. ദൃഷ്ട്വാ രാമസ്യ ബഹുശ പൗരുഷം ചാപ്യമാനുഷം
രാവണോ മാരുതേശ്ചൈവ ശീഘ്രം ശുക്രാന്തികം യയോ. രാമസ്യ മാരുതേഹ, രാമൻ്റെയും ഹനുമാൻ്റെയും അമാനുഷം പൗരുഷം, അസാധാരണമായ, അതായത് മനുഷ്യ സഹജമല്ലാത്ത പൗരുഷത്തെ ബഹുശഃ ദൃഷ്ട, അനേക പ്രാവശ്യം കണ്ടിട്ട്, അസാധാരണമായിട്ടുള്ള പ്രഭാവം ഉണ്ടല്ലോ. രാവണൻ ശീഘ്രം ശുക്രാന്തികം, വേഗം ശുക്രാചാര്യരുടെ അടുത്തേക്ക് എത്തിപ്പോയിട്ട് ശുക്രസമീപത്തെ യയൗ യാനം ചെയ്തു. അതായത് ശ്രീരാമനും ഹനുമാനും മനുഷ്യന് അസാധാരണമായിട്ടുള്ള മഹാപരാക്രമത്തെ പലപ്പോഴും കാണിച്ചത് കണ്ടിട്ട് രാവണൻ വേഗം ശുക്രമഹർഷിയുടെ സമീപത്തിലേക്ക് പോയി. അസുരന്മാരുടെ ഗുരുവാണല്ലോ. ദൃഷ്ട്വാ രാമസ്യ ബഹുശ പൗരുഷം ചാപ്യമാനുഷം രാവണോ മാരുതേശ്ചൈവ ശീഘ്രം ശുക്രാന്തികം യയൗ. ഇനി നമസ്കൃത്യ ദശഗ്രീവ ശുക്രം പ്രാഞ്ജലി അബ്രവീത് ഭഗവൻ രാഘവേണൈവം ലങ്കാരാക്ഷസയൂഥപൈ വിനാശിതാ മഹാദൈത്യ നിഹതാ പുത്രബാന്ധവാ കഥം മേ ദുഃഖസന്തോഹസ്ത്വയി തിഷ്ഠതി സദ്ഗുരൗ. ദശഗ്രീവ രാവണൻ ശുക്രം നമസ്കൃത്യ, ശുക്രനെ നമസ്കരിച്ചിട്ട് പ്രാഞ്ജലി കൈകൂപ്പി അബ്രവീത് പറഞ്ഞു, ഭഗവൻ അല്ലയോ ഭഗവാനെ, രാഘവേണ ശ്രീരാമനാൽ രാക്ഷസയൂഥപി രാക്ഷസംഘ അധിപന്മാരോടു കൂടെ ലങ്ക വിനാശിത, ലങ്ക മുഴുവൻ നശിപ്പിക്കപ്പെട്ടു. പുത്രബാന്ധവാഹ പുത്രന്മാരും ബന്ധുക്കളും മഹാദൈത്യാഹ വലിയ വലിയ രാക്ഷസന്മാരും നിഹത നിഗ്രഹിക്കപ്പെട്ടു. സദ്ഗുരൗ ത്വയി സദ്ഗുരുവായ അങ്ങ് തിഷ്ഠതി സതി ഇരിക്കുമ്പോൾ മേ ദുഃഖസന്തോഹ കഥം എനിക്ക് ഇനി ഇങ്ങനെ ദുഃഖം ഉണ്ടാവാൻ പാടുമോ? അങ്ങ് ഗുരുവായിരിക്കുന്ന സമയത്ത് എൻ്റെ ദുഃഖം തീർക്കാൻ പറ്റിയ ആളാണല്ലോ, എനിക്ക് എന്തുകൊണ്ട് അങ്ങനെ ദുഃഖം ഉണ്ടാവണതെന്ന് ചോദിക്കാനാണ് അങ്ങ് ഗുരുവായിട്ടിരിക്കുമ്പോഴേ. അതായത് എന്നെ രക്ഷിക്കണം എന്നർത്ഥം ചുരുക്കം. രാവണൻ ശുക്രമുനിയെ നമസ്കരിച്ചു, കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു. എന്താ പറഞ്ഞ? ഹേ ഭഗവൻ, സൽഗുരുവായിട്ട് അങ്ങിരിക്കെ എനിക്ക് ഇത്ര ദുഃഖം ഉണ്ടാവാൻ എന്താ കാരണം? രാക്ഷസാധിപന്മാരോടുകൂടി ലങ്കയെ രാമൻ നശിപ്പിച്ചു മുഴുവൻ. വീരന്മാരായിട്ടുള്ള അസുരന്മാരെയും എൻ്റെ ബന്ധുക്കളെയും പുത്രന്മാരെയും ഒക്കെ രാമൻ കൊന്നുകളഞ്ഞു. എന്താ ഇങ്ങനെ ഉണ്ടാവുക? അങ്ങ് ഗുരുവായിരിക്കുമ്പോൾ എനിക്കിങ്ങനെ വരാൻ പാടുമോ എന്നാണ്. നമസ്കൃത്യ ദശഗ്രീവ ശുക്രം പ്രാഞ്ജലിരബ്രവീത് ഭഗവൻ രാഘവേണൈവം ലങ്കാ രാക്ഷസയൂഥപൈ വിനാശിതാ മഹാദൈത്യ നിഹതാ പുത്രബാന്ധവാ കഥം മേ ദുഃഖസന്തോഹസ്ത്വയി തിഷ്ഠതി സദ്ഗുരൗ. അപ്പോൾ എന്താ ശുക്രാചാര്യർ പറയണ നോക്കാം. ഇതി വിജ്ഞാപിതോ ദൈത്യഗുരു പ്രാഹ ദശാനനം ഹോമം കുരു പ്രയത്നേന രഹസിത്വം ദശാനന. 8 യദി വിഘ്നോ ന ചേത്ഥോമേ തർഹി ഹേമാനലോത്ഥിത മഹാൻ രഥശ്ച വാഹശ്ച ചാപതൂണീരസസായകാ 9 ഒരു വരി. സംഭവിഷ്യന്തി തൈര്യുക്തസ്ത്വമജേയോ ഭവിഷ്യസി. എന്താണ് ശുക്രാചാര്യ പറയണ? ഇതി വിജ്ഞാപിത, ഇങ്ങനെ കേട്ടപ്പോൾ, ഇത് പറയണത് ഇങ്ങനെ അറിയിച്ചപ്പോൾ ദൈത്യഗുരു അസുരാചാര്യനായിട്ടുള്ള ശുക്രമഹർഷി ദശാനനം രാവണനോട് പ്രാഹ പറഞ്ഞു. പ്രയത്നേന പ്രയാസപ്പെട്ടിട്ടും എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും രഹസ്യമായിട്ട് ഹോമം കുരു, ഒരു ഹോമം ചെയ്യൂ, ഞാൻ പറയണ ഹോമം ചെയ്യൂ. ഹോമത്തിൽ വിഘ്നം, അതായത് ഹോമത്തിന് വിഘ്നം യതി നച്ചേത് ഭവിച്ചില്ലെങ്കിൽ, ഹോമം വിഘ്നം കൂടാതെ അങ്ങക്ക് നടത്താൻ പറ്റുകയാണെങ്കിൽ തർഹി ഹോമാനലോത്ഥിത, എന്നാൽ ഹോമാഗ്നിയിൽ നിന്ന്, അതായത് വിജയകരമായിട്ട് ആ ഹോമം പൂർത്തിയാക്കാൻ സാധിച്ചാൽ ആ ഹോമാഗ്നിയിൽ നിന്ന് മഹാരഥ, മഹത്തായൊരു തേരും, വാഹ, അതിന് തളിക്കാനുള്ള കുതിരയും, ഓടിക്കാനുള്ള കുതിരയും, ചാപതൂണീര സായകാഹ ചാപം, ആവനാഴി, ബാണം, ഇതൊക്കെ കിട്ടും. അതിന്ന് വില്ലും അമ്പും ആവനാഴിയും ഒക്കെ ഹോമാഗ്നിയിൽ നിന്ന് വരും. സംഭവിഷ്യന്തി, അതൊക്കെ സംഭവിക്കും.
തൈഹി യുക്ത അവയോട് അത് നീ എടുത്ത് യുദ്ധം ചെയ്താൽ അജേയ ഭവിഷ്യതി നിന്നെ ജയിക്കാൻ ആർക്കും കഴിയാതെ നീ ആർക്കും ജയിക്കാൻ കഴിയാത്തവനായി തീരും. അജേയ ഭവിഷ്യസിന്ന് അതായത് അജയ്യനാവും, ജയിക്കാൻ കഴിയാത്തവനാവും. അപ്പം രാവണൻ പറഞ്ഞത് കേട്ടിട്ട് ശുക്രമുനി പറഞ്ഞു, രാവണ, രഹസ്യമായിട്ടൊരു സ്ഥാനത്ത് ചെന്നിരുന്നിട്ട് ശ്രദ്ധയോടുകൂടി ഞാൻ പറയണ ഈ ഹോമം ചെയ്യൂ. അതിന് മുടക്കം വരാതിരിക്കാൻ അങ്ങേയറ്റം ആ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ആ ബുദ്ധിമുട്ടൊക്കെ സഹിച്ച് അതിന് മുടക്കം വരാതെ ചെയ്യുകയാണെങ്കിൽ, അങ്ങക്ക് ആ ഹോമത്തിന് വിഘ്നം വരാതെ ആ ഹോമം വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചാൽ ഹോമാഗ്നിന്ന് ഒരു നല്ല വളരെ വിശിഷ്ടമായൊരു തേരും കുതിരയും വില്ലും ആവനാഴിയും ബാണങ്ങളും ഒക്കെ അതിന്ന് ഉത്ഭവിക്കും, അതിന്ന് വരും. അതെടുത്തിട്ട് ആ രഥവും ആ ആയുധങ്ങളെടുത്തിട്ട് ശ്രീരാമനോട് യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ ശത്രുക്കൾക്ക് നിന്നെ ജയിപ്പാൻ സാധിക്കില്ല, നീ അജയ്യനായിത്തീരും എന്ന് പറഞ്ഞു. പക്ഷേ മുറങ്ങാൻ പാടില്ല, പിന്നെ വിഘ്നം വരാൻ പാടില്ല ഹോമത്തിന്. അപ്പോൾ അതുകൊണ്ടാണ് രഹസ്യമായിട്ടുള്ള സ്ഥലത്ത് എത്ര ബുദ്ധിമുട്ടിയാലും അതിനൊരു മുടക്കം വരാതെ ചെയ്ത് ആ ഹോമം വിജയകരമായിട്ട് പൂർത്തിയാക്കണം എന്ന് പറഞ്ഞു. ഇതി വിജ്ഞാപിതോ ദൈത്യഗുരു പ്രാഹ ദശാനനം ഹോമം ഗുരു പ്രയത്നേന രഹസിത്വം ദശാനന യതി വിഘ്നോ ന ചേദ്ധോ മേ തർഹി ഹോമാനലോത്ഥിത മഹാൻ രഥശ്ച വാഹശ്ച ചാപതൂണീര സസായകാഃ സംഭവിഷ്യന്തി തൈര്യുക്ത തമജേയോ ഭവിഷ്യതി. അപ്പം നീ അജയ്യനാവുന്ന. ഇനിയോ നമുക്ക് 3 വരിയാണ് കേട്ടോ. കഴിഞ്ഞാലത്തെ ഒരു വരിയും പിന്നെ 2 വരിയും. ഗൃഹാണ മന്ത്രാൻ മദ്ദത്താൻ ഗച്ഛ ഹോമം കുരുദ്രുതം ഇത്യുക്തസ്ത്വരിതം ഗത്വാ രാവണോ രാക്ഷസാധിപ ഗുഹാം പാതാളസദൃശിം മന്ദിരേ സ്വേ ചകാരഃ. എന്തിതു? അതെ, എന്നിട്ട് അപ്പോൾ മദ്ദത്താൻ മന്ത്രാൻ, ഞാൻ പറഞ്ഞു തരുന്ന മന്ത്രങ്ങളെ, മദ്ദത്താൻ എന്നാൽ ദാനം ചെയ്യപ്പെട്ട മന്ത്രം എന്നാൽ ഞാൻ പറഞ്ഞു തരുന്ന മന്ത്രങ്ങളെ ഗൃഹാണ വേഗം പഠിച്ചോളൂ. എന്നിട്ട് ഗച്ഛ ഗമിച്ചാലും ഞാൻ പറയണ ഈ മന്ത്രം വേഗം പഠിച്ചിട്ട് പൊക്കോളൂ. ദ്രുതം ഹോമം കുരു, വേഗം ഹോമം ചെയ്യൂ. ഇതി ഉക്ത ഇപ്രകാരം പറയപ്പെട്ട രാക്ഷസാധിപ രാവണൻ ഗത്വ ഗമിച്ചിട്ട് സ്വേ മന്ദിരെ സ്വന്തം രാജധാനിയിൽ പാതാള സദൃശിയും ഗുഹാം, പാതാളം പോലൊരു ഗുഹ ഉണ്ടാക്കിയിട്ടുണ്ട് രാജധാനിയുടെ ഉള്ളിൽ അകത്തന്നെ. ആ ഗുഹത്തെ ചകാര പോയി, ആ ഗുഹയിലേക്ക് പോയി. അതായത് ശുക്രാചാര്യർ പറഞ്ഞു, ഞാൻ ഉപദേശിക്കണ മന്ത്രങ്ങളെ പഠിച്ച് വേഗം ഹോമം നടത്താം, വേഗം ഹോമം തുടങ്ങൂ, എന്നിട്ട് ഇത് മുഴുവനാക്കൂ. ഇപ്രകാരം ശുക്രമുനി ഉപദേശിച്ചപ്പോൾ രാക്ഷസരാജാവായിട്ടുള്ള രാവണൻ സ്വന്തം രാജധാനിയുടെ ഉള്ളിലേക്ക് പോയി. രാജധാനിയുടെ ഉള്ളിൽ പാതാളം പോലൊരു ഗുഹ അഗാധമായി കുഴിച്ചുണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ചെയ്യാൻ തീർച്ചയാക്കി. പാതാളം പോലൊരു ഗുഹ രാജധാനിൻ്റെ ഉള്ളിൽ, എന്നാരും കാണില്ലല്ലോ, രഹസ്യമായിട്ട്, കുറച്ച് ബുദ്ധിമുട്ടിയാലും വിചാരിച്ചിട്ട്. ഗൃഹാണ മന്ത്രാൻ മദ്ദത്താൻ ഗച്ഛ ഹോമം കുരു ദ്രുതം ഇത്യുക്തസ്ത്വരിതം ഗത്വാ രാവണോ രാക്ഷസാധിപ ഗുഹാം പാതാള സദൃശീം, പാതാളം പോലുള്ള ഗുഹ ഉണ്ടാക്കിയത് കേട്ടോ, മന്ദിരേ സ്വേ സ്വന്തം മന്ദിരത്തിൽ ചകാരഹ ഉണ്ടാക്കിട്ടോ. അത് കഴിഞ്ഞിട്ട് 3 വരി തന്നെയാണ്, 11ഉം 12ത്തെ ഒരു വരിയും. ലങ്കദ്വാര കപാടാദി ബദ്ധ്വാ സർവത്രയത്നത ഹോമദ്രവ്യാണി സമ്പാദ്യ യാന്യുക്താന്യാഭിചാരികെ, ആഭിചാരഹോമാണ്. ഗൃഹം പ്രവിശ്യ ചൈകാന്തേ മൗനി ഹോമം പ്രചക്രമേ. സർവത്ര എല്ലാ ഭാഗത്തും ലങ്കാദ്വാരകപാടാദി, ലങ്കയിലേക്ക് കടക്കാനുള്ള എല്ലാ വാതിലുകളും അടച്ച് യത്നത ബദ്ധ്വ, നല്ല പണിപ്പെട്ട് ബന്ധിച്ചു ആ പാലസിലേക്കുള്ള എല്ലാ വാതിലുകളും കൊട്ടിയടച്ച് ആഭിചാരികെ, ആഭിചാരകർമ്മത്തിൽ യാനി ഹോമദ്രവ്യാണി ഉക്താനി, എന്തൊക്കെ ഹോമദ്രവ്യങ്ങളാണ് ആഭിചാരകർമ്മം ചെയ്യാൻ വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ സമ്പാദിച്ച് താനി സമ്പാദ്യ, അവയെ സമ്പാദിച്ചിട്ട്
ഗുഹാം പ്രവിശ്യ ഗുഹയിൽ പ്രവേശിച്ചിട്ട് ഏകാന്തത്തിൽ മൗനിയായി ഹോമം പ്രചക്രമേ ഹോമം ആരംഭിച്ചു. മൗനവ്രതത്തോടു കൂട്ട് ലങ്കാരാജധാനിയിൽ ബാക്കിയുള്ളവർക്ക് അകത്തേക്ക് വരാൻ പറ്റുന്ന തോന്നണ എല്ലാ ദ്വാരങ്ങളും വാതിലുകളും അടച്ച്, വളരെ പണിപ്പെട്ട അതെല്ലാം അടച്ച്, ആഭിചാരകർമ്മത്തിന് എന്തൊക്കെ ഹോമദ്രവ്യങ്ങളാണോ വേണ്ടത് അതൊക്കെ ഒരുക്കി ഗുഹയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു രാവണൻ. എന്നിട്ട് ഏകാന്തനായിട്ട് മൗനം പാലിച്ച് ഹോമം നടത്തുവാൻ തുടങ്ങി എന്നാണ് പറഞ്ഞത്. ലങ്കാദ്വാര കപാടാദി ബദ്ധ്വാ സർവത്ര യത്നത ഹോമദ്രവ്യാണി സമ്പാദ്യ യാന്യുക്താന്യാഭിചാരികേ ഗുഹാം പ്രവിശ്യ ചൈകാന്തേ മൗനി ഹോമം പ്രചക്രമേ. ഇനി ഈ 12ൻ്റെ ഒരു വരിയും 13ഉം 14ഉം ഒന്നിച്ച് ചെയ്യാം. ഉത്ഥിതം ധൂമമാലോക്യ മഹാന്തം രാവണാനുജ. അതാണ് ഒരു വരി. ഇനി 13. രാമായ ദർശയാമാസ ഹോമധൂമം ഭയാകുല പശ്യരാമദശഗ്രീവോ ഹോമം കർത്തും സമാരഭത്. യദി സമാപ്തഃ സ്യാദ് തദാജേയോ ഭവിഷ്യതി അതോ വിഘ്നായ ഹോമസ്യ പ്രേഷയാശു ഹരീശ്വരാൻ. ഉത്ഥിതം. അപ്പം ഈ ഹോമം ചെയ്യാൻ തുടങ്ങിയപ്പോൾ പുക ഇങ്ങനെ പുറത്തേക്ക് വരും. പുക മാറ്റാൻ പറ്റില്ലല്ലോ. പുക എത്ര സൂക്ഷിച്ചാലും കുറച്ച് പുക മുകളിലേക്ക് പോവുമല്ലോ. ഈ ചെറിയ ഓട്ടയിൽ കൂടെയൊക്കെ രാജധാനിയുടെ മുകളിൽ കൂടെ. അതായത് ഉത്ഥിതം ഉയർന്നുകൊണ്ടിരിക്കുന്ന മഹാന്തം ധൂമം, ആ ധൂമത്തെ ആലോക്യ കണ്ടിട്ട് രാവണാനുജ, അതായത് വിഭീഷണൻ രാവണൻ്റെ അനുജനെ ഭയാകുല ഭയപരവശനായിട്ട് രാമന് ഹോമധൂമം, ആ പുകയെ, ഹോമത്തിൽ നിന്ന് ഉയരുന്ന പുകയെ ദർശയാമാസ കാണിച്ചു കൊടുത്തു. രാമ പശ്യ, നോക്കൂ രാമ, ദശഗ്രീവ രാവണൻ ഹോമം കർത്തും, ഹോമം ചെയ്യാൻ തുടങ്ങിയിരുന്നു, നോക്കൂ പുക പോണത്. സമാരഭത്ത് ആരംഭിച്ചിരിക്കുന്നു ഹോമം. ഹോമം സമാപ്തഃ യദി സ്യാദ്, ആ ഹോമം വിജയകരമായിട്ട് സമാപ്തി വരുത്തുകയാണെങ്കിൽ തഥാ അജയ ഭവിഷ്യതി, അപ്പോൾ രാവണൻ ജയിക്കപ്പെടാൻ കഴിയാത്തവനായിത്തീരും, അജയ്യനാവും. അതുകൊണ്ട് ഹോമസ്യ വിഘ്നായ, ഹോമത്തിനെ വിഘ്നത്തിനായിക്കൊണ്ട് ഹരീശ്വരാൻ വാനരശ്രേഷ്ഠന്മാരെ ആശു പ്രേഷയ, വേഗം ആ ഹോമം മുടക്കാനായിട്ട് വാനരന്മാരെ അയച്ചാലും എന്ന് പറഞ്ഞു. ഗുഹയെന്ന് പൊങ്ങി ആകാശത്തിലിങ്ങനെ വ്യാപിച്ചു കൊണ്ടിരിക്കണ ആ പുക കണ്ടിട്ട് വിഭീഷണൻ ആ ഇനി വരാൻ പോണ ആപത്തിനെ ആലോചിച്ചിട്ട് പേടിച്ചിട്ട് രാമന് ഹോമത്തിൽ നിന്ന് ഉയർന്ന ആ പുക കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, രാമ ഹോമധൂമം പൊങ്ങുന്നത് നോക്കൂ, രാവണൻ ഹോമം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഹോമം മുടങ്ങാതെ അവസാനിപ്പിച്ചാൽ പിന്നെ രാവണനെ ജയിക്കാൻ ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് ഹോമത്തിന് വിഘ്നം ഉണ്ടാക്കാനായിട്ട് നല്ല സമർത്ഥന്മാരായിട്ടുള്ള വാനരന്മാരെ വേഗം പറഞ്ഞയക്കൂ എന്ന് പറഞ്ഞു. അതായത് വിഷ്ണുവൊക്കെ അറിയാലോ. ഉത്ഥിതം ധൂമമാലോക്യ മഹാന്തം രാവണാനുജ. 13. രാമായ ദർശയാമാസ ഹോമധൂമം ഭയാകുല പശ്യ രാമദശഗ്രീവോ ഹോമം കർത്തും സമാരഭത്. അത് ആരംഭിച്ചിരിക്കണമെന്ന്. യദി ഹോമ സമാപ്തിയ സ്യാത്, ഹോമം മുഴുവനായാൽ തഥാ അജേയോ ഭവിഷ്യതി, അജയ്യനാവും. അതുകൊണ്ട് വിഘ്നായ ഹോമസ്യ, ഹോമത്തിന് വിഘ്നം വരുത്താൻ പ്രേഷയാശു ഹരീശ്വരാൻ, വാനന്മാരെ അയക്കാൻ. 15. തഥേതി രാമസുഗ്രീവ സമ്മതേനാംഗതം കവിം ഹനുമൽ പ്രമുഖാൻ വീരാൻ ആദിദേശ മഹാബലാൻ. തഥായതി, ശരി അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് രാമൻ സുഗ്രീവ സമ്മതേന, സുഗ്രീവൻ്റെ സമ്മതത്തോടുകൂടി അംഗതം കവിം, അംഗദനെയും ഹനുമൽ പ്രമുഖാൻ, ഹനുമാൻ മുതലായ മഹാബലാൻ വീരാൻ, ബലവാന്മാരായ വാനന്മാരെയും ആദിദേശ അയച്ചു, നിർദ്ദേശം നൽകി അയച്ചു. അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് രാമൻ സുഗ്രീവൻ്റെ സമ്മതത്തോടു കൂടി ഹനുമാൻ മുതലായ ബലവാന്മാരും പരാക്രമികളുമായ അംഗദനെയൊക്കെ, വീരന്മാരെയും അംഗദനെയും പോവാൻ ആജ്ഞാപിച്ചു. ഭഗവാൻ പൊക്കോൾ, അവിടെ പോയിട്ട് ഹോമം മുടക്കി വരൂ എന്ന് പറഞ്ഞു.
തഥേതി രാമ സുഗ്രീവ സമ്മതേനാംഗതം കവിം ഹനുമൽ പ്രമുഖാൻ വീരാൻ ആദിദേശ മഹാബലാൻ. 16ഉം 17ഉം കൂടിയും ചെയ്യാമെന്ന് തോന്നുന്നു. പ്രാകാരം ലംഘയിത്വാ തേ ഗത്വാ രാവണമന്ദിരം ദശകോട്യപ്ലവങ്കാനാം ഗത്വാ മന്ദിരരക്ഷകാൻ. 17-1 ചൂർണയാമാസുരാശ്വാംശ്ച ഗജാംശ്ച ന്യഹനൽ ക്ഷണാത് തേ അവർ. അപ്പം ഇവരോട് പോകാൻ പറഞ്ഞപ്പോൾ അവർ പ്രാകാരം ലംഘയിത്വ, ആ മതിലിനെയൊക്കെ ചാടിക്കടന്ന് രാവണമന്ദിരം ഗത്വ, രാവണൻ്റെ മന്ദിരത്തിൽ പ്രവേശിച്ചിട്ട് പ്ലവങ്കാനാം ദശകോട്യ 10 കോടി വാനരന്മാർ ഗത്വ പോയിട്ട് മന്ദിരരക്ഷകാൻ, മന്ദിരത്തിനെ രക്ഷിക്കുന്ന, അതായത് ഈ ഗാർഡ്സിനെയൊക്കെ പാലിക്കുന്ന, മന്ദിരം പാലിക്കുന്നവരെയും അശ്വാൻ ഗജാൻ ച കുതിരകളെയും മാനകളെയും ക്ഷണാത് ചൂർണയാമാസു, ക്ഷണം കൊണ്ട് അവരൊക്കെ പൊടി ഭസ്മാക്കിന്ന്. എന്താ പറഞ്ഞത്? രാമകൽപ്പന ലഭിച്ചപ്പോൾ ആ 10 കോടി വാനരന്മാർ മതിൽ ചാടി രാവണൻ്റെ രാജധാനിയിൽ പ്രവേശിച്ചു. എന്നിട്ടോ കാവൽക്കാരെയും കുതിരകളെയും ആനകളെയും ക്ഷണത്തിൽ തല്ലി തകർത്ത് പൊടി ഭസ്മാക്കി എന്നാണ് പറഞ്ഞത്. പ്രാകാരം ലംഘയിത്വാ തേ ഗത്വാ രാവണമന്ദിരം ദശകോട്യപ്ലവങ്കാനാം ഗത്വാ മന്ദിരരക്ഷകാൻ ചൂർണയാമാസുരശ്വാംശ്ച ഗജാംശ്ച ന്യഹനൽ ക്ഷണാത്, അവരൊക്കെ തകർത്തടിച്ചു കളഞ്ഞു. 18 തതശ്ച സരമാനാമ പ്രഭാതേ ഹസ്തസംജ്ഞയാ വിഭീഷണസ്യ ഭാര്യ സാ ഹോമസ്ഥാനമസൂചയത്. തഥ പ്രഭാതേ, അപ്പം ആ അനന്തരം രാവിലെ വിഭീഷണസ്യ ഭാര്യ, വിഭീഷണൻ്റെ ഭാര്യയായിട്ടുള്ള സരമാനാമ സാ, സരമ എന്നു പേരായ അവൾ ഹസ്തസംജ്ഞയ കയ്യടയാളം കൊണ്ട് ഹോമസ്ഥാനം, ഹോമം എവിടെയാണ്, എക്സാക്ട്ലി എവിടെയാണ് ഹോമം ചെയ്യണമെന്ന് ആ സൂചയത്തിച്ചാലോ സൂചിപ്പിച്ചു കൊടുത്തു. വിഭീഷണൻ്റെ ഭാര്യയെ സഹായിക്കണ്ട കേട്ടോ സരമ. അതിനുശേഷം വെളിച്ചായപ്പോൾ വിഭീഷണൻ്റെ ഭാര്യയായിട്ടുള്ള സരമ എന്നു പേരായ രാക്ഷസി ഹോമസ്ഥാനം എവിടെയാണെന്ന് കൈകൊണ്ട് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. എക്സാക്ട്ലി എവിടെ ഇരുന്നിട്ടാണ് ഹോമം ചെയ്യണമെന്ന് കേട്ടോ. തതശ്ച സരമാ നാമ പ്രഭാതേ ഹസ്തസംജ്ഞയ, പിറ്റേ ദിവസം രാവിലെയാണ്, പ്രഭാതത്തിൽ ഹസ്തസംജ്ഞയ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അതായത് വിരലോണ്ട് ചൂണ്ടിക്കാണിച്ച് കാണിച്ചു കൊടുത്തു. വിഭീഷണസ്യ ഭാര്യ സാ ഹോമസ്ഥാനം അസൂചയത്, ഹോമസ്ഥാനം കാണിച്ചു കൊടുത്തു. 19 ഗുഹാഭിധാന പാഷാണമംഗദപാദഘട്ടനൈ ചൂർണയിത്വാ മഹാസത്വഃ പ്രവിവേശ മഹാഗുഹാം. മഹാസത്വ അംഗദ, മഹാബലവാനായിട്ടുള്ള അംഗദൻ പാദഘട്ടനൈഹി കാൽ ചവിട്ടിക്കൊണ്ട് ഗുഹാഭിധാന പാഷാണം ചൂർണയിത്വ, ഗുഹ അടച്ചിരിക്കുന്ന കല്ലിനെ പൊടിയാക്കിയിട്ട് തകർത്ത് മഹാഗുഹാം പ്രവിവേശ, ഗുഹയെ പ്രവേശിച്ചു. ആരറിയോ? അംഗദൻ. ആ മഹാശക്തിമാനാണ്, ബലവാനാണ്, വീര്യവാനാണ്, വീര്യമുള്ള ആളാണ്. അങ്ങനെയുള്ള അംഗദൻ ഗുഹ അടച്ചിരിക്കുന്ന കല്ല് കാലുകൊണ്ട് ചവിട്ടി പൊട്ടിച്ച് ആ അഗാധമായിട്ടുള്ള ഗുഹയുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് കടന്ന് ചെന്നു എന്നാണ് പറഞ്ഞത്. ഗൃഹാഭിധാന പാഷാണമംഗദപാദഘട്ടനൈ ചൂർണയിത്വാ മഹാസത്വ പ്രവിവേശ മഹാഗുഹാം. 20 കൂടി ചെയ്തിട്ട് നിർത്താം. ദൃഷ്ട്വാ ദശാനനം തത്ര മിലീതാക്ഷം ദൃഢാസനം തതോംഗദാജ്ഞയാ സർവേ വാനരാ വിവിശുദ്രുതം. തത്ര, ആ ഗുഹയിലെ മിലീതാക്ഷം, അതായത് അടച്ചിരിക്കുന്ന കണ്ണുകളോടും ദൃഢാസനം, നല്ല ആസനത്തിൽ ഉറച്ചിരിക്കുന്നവനുമായ ദശാനനം ദൃഷ്ട, രാവണനെ ദർശിച്ചിട്ട് തതഃ അംഗദാജ്ഞയ, അനന്തരം അംഗദൻ്റെ കൽപ്പനപ്രകാരം സർവേ വാനര, സർവവാനരന്മാരും ദ്രുതം വിവിശു, വേഗം പ്രവേശിച്ചു. എന്താ പറഞ്ഞാൽ രാവണൻ ഗുഹയുടെ ഉള്ളിൽ കണ്ണടച്ച് ദൃഢമായിട്ടുള്ള ആസനത്തിൽ ഇരിക്കുന്നത് കണ്ട അംഗദൻ ഇളകാണ്ട് കണ്ണടച്ചിരിക്കുകയാണേ. അംഗദൻ അകത്ത് വന്നു ഒന്നും അറിഞ്ഞിട്ടില്ല രാവണൻ. അപ്പോൾ അംഗദൻ ബാക്കി വാനന്മാരോടും കൂടിയും ഗുഹയിൽ പ്രവേശിക്കാൻ കൽപ്പിച്ചു. അവരെല്ലാവരും ഗുഹയിൽ കടന്നു എന്ന് പറഞ്ഞ് നമുക്ക് നിർത്താം ഇവിടെ. ദൃഷ്ട്വാദശാനനം തത്ര മിലീതാക്ഷം ദൃഢാസനം.
രാവണൻ കണ്ണടച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ബാക്കി വാനന്മാരോട് അകത്ത് കിടക്കാൻ പറഞ്ഞു. തതോങ്കദാജ്ഞയാ സർവേ വാനരാ വിവിശുദ്രുതം, അവരൊക്കെ ഗുഹയുടെ അടുത്ത് കടന്നു എന്ന് പറഞ്ഞു നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനി നമ. ഗുരുവായൂരപ്പ ശരണം.